ശ്രീ വിജയ് തമ്പി, നേരത്തെ നടേശൻ സാർ ഇവിടെ അവതരിപ്പിച്ചൊരു പോയിന്റ്, അതിൽ കുറച്ചുകൂടി വിശദമായിട്ടുള്ള ചർച്ച ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത്, അതായത് ഈഴവ സമുദായമാണല്ലോ ഈ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അല്ലേ? പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലൊക്കെ. പക്ഷേ സമീപകാലത്ത് CPM-ലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചതുമാണ്. അപ്പോൾ ഈ ഒരു സമുദായം പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു. അവരെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമായിട്ട് കൂടി ഇതിനെ കാണേണ്ടതല്ലേ? ഞങ്ങളിതാ ഈഴവ സമുദായത്തോടൊപ്പമാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളോട് ജാതീയ അധിക്ഷേപം കാണിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിനൊരു പ്രതിവിധി ഉണ്ടാക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന് കാണിക്കാനുള്ളൊരു തന്ത്രമല്ലേ ഈ കൂടൽമാണിക്യ ക്ഷേത്ര വിവാദത്തിൽ ഇറക്കിയിരിക്കുന്നത്? 100% അത് തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള അജണ്ട. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള വിശ്വാസം അതിനകത്തുള്ള ഹിന്ദുക്കൾക്ക് കുറേയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ ഹിന്ദുക്കളെങ്കിലും ഇപ്പോൾ അരക്ഷിതാവസ്ഥയിലാണ്. അവിടെ എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം എല്ലാ ഹിന്ദു ബിംബങ്ങളെയും ഏതെല്ലാം രീതിയിൽ അപമാനിക്കാമോ അവഹേളിക്കാമോ ആ രീതിയിലെല്ലാമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പല കാര്യത്തിലും. അതായത് ഇപ്പോൾ നമ്മളൊരു ക്ഷേത്ര വിശ്വാസിയാണെങ്കിൽ തന്നെ ക്ഷേത്ര വിഷയങ്ങളിലായാലും അതുപോലെ തന്നെ ഓരോ പൂജയുടെ വിഷയങ്ങളിലായാലും എല്ലാ കാര്യത്തിലും അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട്, അപ്പൊ അവർക്കിടയിൽ തന്നെ അവർക്കെന്നെ തോന്നില്ലേ, ഒരു വിശ്വാസിയായ ഒരാൾ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനായ എല്ലാവരും അവിശ്വാസിയാവണമെന്നില്ല. ഹിന്ദു വിശ്വാസമുള്ള അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകാരന്മാരാവാം. അപ്പൊ പക്ഷെ അവർക്കിടയിൽ അവർക്കൊരു സംശയം ഉണ്ടാവില്ലേ? കാരണം ഇത് മനഃപൂർവ്വം ഇത് ഞങ്ങളെ മാത്രം അവഹേളിക്കുകയാണല്ലോ എന്ന് തോന്നലുണ്ടാവും. ആ ഒരു തോന്നൽ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നേരത്തെ ശ്രീ നടേശൻ പറഞ്ഞതുപോലെ ഈഴവ സമുദായത്തിനാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. കാരണം പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ശക്തമായത് ആലപ്പുഴയാണ്. അന്ന് KR ഗൗരിയമ്മയായാലും ശരി, അതിനു മുമ്പുള്ള അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അന്ന് വലിയ ശക്തമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ അവിടെ ഉള്ള ഒരുപാട് ആൾക്കാർ, ഈ ഈഴവ സമുദായക്കാർ ഈ കമ്മ്യൂണിസ്റ്റിലേക്ക് ആകർഷിതരായി. അതുപോലെ തന്നെ മലബാറിലോട്ട് പോയാലും. പക്ഷെ ഇപ്പോൾ അവരെല്ലാം ഒരു ചിന്താക്കുഴപ്പത്തിലാണ്. ആ ചിന്താക്കുഴപ്പത്തിലാണെന്നുള്ളത് കൃത്യമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായിട്ടുമുണ്ട്. അപ്പൊ അവരിലെ ചിന്താക്കുഴപ്പം മാറ്റാനും, നേരത്തെ ശ്രീ അനിൽജി പറഞ്ഞതുപോലെ അവരോടൊപ്പമാണ് ഞങ്ങൾ, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. അതായത് ഈ പറഞ്ഞ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇത് ഒരു ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. ഇവ പല സ്ഥലത്തും പല ഗൂഢതന്ത്രങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ആരാണ്? ഈ തന്ത്രിമാരും അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു കാലമാണ്. അല്ലെങ്കിൽ ഒരു വാക്ക് അനാവശ്യമായി വീണാൽ ആ വാക്കിനെ പിടിച്ച് അതിലൂടെ ഇവർക്ക് പ്രശ്നമുണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഇപ്പൊ തന്ത്രിമാരായാലും ശരി, അതുപോലെ മേൽശാന്തിമാരായാലും പൂജാരിമാരായാലും അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരു കാര്യം, ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് 10 പേരോടെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയട്ടെ എന്ന് ചോദിച്ച് ക്ലാരിറ്റി വരുത്തിയിട്ട് മാത്രമേ അഭിപ്രായം പറയാവൂ. പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈയിടയ്ക്ക് ഗുരുവായൂരുണ്ടായ ഒരു പ്രശ്നം, തന്ത്രി അദ്ദേഹത്തിനെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചതാണോ എങ്ങനെയാണോ എന്നറിയില്ല. തന്ത്രി അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അതനുസരിച്ച് ഈ പറഞ്ഞ കാലങ്ങളോളം പുരാതനമായി നിലനിന്നിരുന്ന അവിടുത്തെ ആ ഏകാദശി ദിവസത്തിലെ ഉദയാസ്മന പൂജ മാറ്റി. അതിനെ ഹൈക്കോടതി അംഗീകരിച്ചെങ്കിലും സുപ്രീം കോടതി അതിനെ എതിർത്തു. ഇപ്പൊ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പൊ ആ വിഷയം നിൽക്കുന്നത്. നാളെ സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കുകയാണ്. തന്ത്രി ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ദേവസ്വം ബോർഡിന്റെ പ്രതികരണം? അപ്പൊ തന്ത്രിയല്ല അവസാന വാക്ക്, തന്ത്രിക്ക് തെറ്റ് പറ്റാം, തന്ത്രി പറഞ്ഞ തെറ്റാണ്, അപ്പൊ തന്ത്രിയുടെ വാക്കിന് അവസാന വാക്കായി എടുക്കണ്ട എന്ന് തീരുമാനിക്കും. ഇനി അഥവാ തന്ത്രി ചെയ്തതാണ് ശരിയെന്ന് പറഞ്ഞാലോ, നാളെ എന്ത് കാര്യത്തിലും എന്ത് മാറ്റവും വരുത്താം, ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ എങ്ങനെയും തകർക്കാം എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കും. അപ്പൊ ഇതില് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇവിടെ എല്ലാവരും ചെയ്യുന്ന എന്താ, തന്ത്രിക്കെതിരെയാണ് എല്ലാവരും പ്രവർത്തിച്ചത്. തന്ത്രി എന്ത് പഴിച്ചു? തന്ത്രിയുടെ കുറ്റമല്ലല്ലോ. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഔദ്യോഗിക പ്രശ്നമാണ്, അല്ലാതെ ഇതൊരു ജാതീയ പ്രശ്നമല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കാരായ്മ ഊരായ്മ എന്നുള്ളതെല്ലാം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. സുപ്രീം കോടതി, ഭാരതത്തിലെ ഏറ്റവും പരമോന്നത കോടതിയായ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ് കാരായ്മയും ഊരായ്മയും എല്ലാം. അപ്പൊ അതിനൊരു മാറ്റാൻ പറ്റുമോ?
ഇപ്പൊ ഓരോ സ്ഥലത്തും ഓരോ രീതിയുണ്ട്. ആ രീതി അനുസരിച്ചല്ലേ പ്രവർത്തിക്കാൻ പറ്റൂ. ഇപ്പം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആർക്കാണ് കഴകം, അല്ലെ ആർക്കാണ് പൂജ അവകാശം, അത് അവർക്കല്ലേ കൊടുക്കാൻ പറ്റൂ. മാത്രമല്ല ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഇതുപോലുള്ള ക്ഷേത്രങ്ങളെ മാത്രം വിശ്വസിച്ച് ക്ഷേത്രങ്ങളിൽ മാത്രം ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇവർക്ക് വേറെ ജീവിത മാർഗമുണ്ടോ? നേരത്തെ ശ്രീ ഭഗത്ത് പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ആ പടച്ചോറും അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഇത്തിരി പായസവും ഇതും കഴിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ ഗുരുവായൂർ എടുക്കാം. ഗുരുവായൂർ പലപ്പോഴും നമുക്കറിയാം ഉച്ചയാകുമ്പോഴത്തേക്കും ആ ഉച്ചപൂജ കഴിഞ്ഞാൽ ഇവർ ഈ കഴകക്കാരെല്ലാം വന്ന് അവർ പാത്രത്തിൽ പടച്ചോറ് വാങ്ങിച്ചുകൊണ്ട് പോകും. അവർക്ക് മാത്രമല്ല, അവർ കുടുംബാംഗങ്ങൾ കൂടിയാണ്. അപ്പൊ ക്ഷേത്രത്തിൽ കിട്ടുന്ന വരുമാനം മറ്റ് തൊഴിലുകളുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നോക്കൂ, എത്രയോ തുച്ഛമാണ്. മാത്രമല്ല, ഒരു ക്ഷേത്രത്തിൽ ഇപ്പൊ പലപ്പോഴും പല ഈ പൂജാരിമാരും എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ചെറുപ്പക്കാർക്ക് വിവാഹം പോലും ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പല ക്ഷേത്രങ്ങളും ഇപ്പം കൂടൽമാണിക്യ ക്ഷേത്രമാണെങ്കിലും അല്ലെങ്കിൽ പല ക്ഷേത്രങ്ങളിലും അതിരാവിലെ തുറക്കുന്ന ക്ഷേത്രങ്ങളാണ്. 3 മണിക്കും 3:30 മണിക്കുമാണ് ക്ഷേത്രങ്ങൾ തുറക്കുന്നത്. 3 മണിക്ക് ക്ഷേത്രം തുറക്കണമെങ്കിൽ ഈ മേൽശാന്തി കുളി കഴിഞ്ഞ് 2-2:30 ആകുമ്പോൾ ക്ഷേത്രത്തിൽ ഉണ്ടാവണം. അതുപോലെ രാത്രി അടയ്ക്കുമ്പോൾ 8-9 മണിക്ക് 8-9 മണിക്ക് അടച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ശുദ്ധമാക്കി ഇദ്ദേഹം വീട്ടിലെത്തുമ്പോൾ 10-11 മണിയാവും. അപ്പൊ 2 മണിക്കൂർ 2:30 മണിക്കൂറാണ് അദ്ദേഹത്തിന് ഉറക്കം കിട്ടുന്നത്. പിന്നെ ഒരു കാര്യങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ക്ഷേത്രത്തിലെ ഒരു പൂജാരി എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന് അവധിയില്ലല്ലോ. മറ്റെന്ത് തൊഴിലിനും ആഴ്ചയിൽ ഒരു ദിവസം അവധി കിട്ടും, ക്ഷേത്രത്തിന് അതില്ല. അപ്പം മറ്റു ബന്ധങ്ങളോ അല്ലെങ്കിൽ അവരുമായിട്ട് മറ്റു കുടുംബ ബന്ധങ്ങളോ എല്ലാത്തിൽ നിന്നും അകന്നു പോകേണ്ടി വരും. അപ്പൊ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവരെ ആൾക്കാർ ഇപ്പൊ പുതിയ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ പോലും തയ്യാറാവാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ എങ്കിലും അവർ ഈ ക്ഷേത്രങ്ങളിലും ആ ഈശ്വരനിലുള്ള വിശ്വാസം കൊണ്ടാണ് അവർ ആ ക്ഷേത്രങ്ങളിൽ അത്രയും പണിയെടുക്കുന്നത്. നിസ്സാര ജോലിയൊന്നുമല്ല ക്ഷേത്രങ്ങളിലെ ജോലി. ഈ തട്ടിമുട്ട് പണിയൊന്നും ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. കഴകക്കാരനായാലും ശരി, അല്ലെങ്കിൽ മേൽശാന്തി ആയാലും ശരി, ശാന്തിക്കാരായാലും അവർ അതുപോലെ കഷ്ടപ്പെടണം. അവിടെ വന്നിരുന്ന് മറ്റേ ഓഫീസിൽ നിന്ന് പൈസ വാങ്ങിച്ചു വെച്ചിട്ട് റെസിപ്റ്റ് കൊടുക്കുന്ന പണിയല്ല അവർ ചെയ്യുന്നത്. അപ്പൊ അത് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട പല കാര്യങ്ങളുമാണ്. സൂക്ഷ്മതയോടെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഭഗവാന്റെ കോപത്തിനാണ് പാത്രമാവുന്നത്. നമ്മൾ മറ്റാരുടെ കോപവും നമുക്ക് പരിഹരിക്കാം. പക്ഷെ ആ ഈശ്വര കോപം വന്നു കഴിഞ്ഞാൽ അത് ആ തലമുറയല്ല, അടുത്ത തലമുറകളെ കൂടെ ബാധിക്കും. അപ്പൊ അത്രയും സൂക്ഷ്മതയോടെ പണിയെടുക്കുന്ന അവർക്ക് ഇത് മാത്രമേ ഉള്ളൂ ഉപജീവന മാർഗം, അല്ലാതെ അവർക്ക് വേറെ പണിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും തമ്മിൽ തെറ്റിച്ച് മറ്റുള്ള ഇപ്പം ആൾക്കാരെ കയറ്റി എങ്ങനെയെങ്കിലും ഈ ക്ഷേത്രത്തിലെ ചൈതന്യത്തെ നശിപ്പിക്കണം. ഇത് അജണ്ട ഇതേ ഉള്ളൂ. ക്ഷേത്ര ചൈതന്യം നശിപ്പിക്കുക, ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരാതാക്കുക, അതോടുകൂടി ഹൈന്ദവ സമാജത്തിന് ഉള്ളിൽ ഒരു വളരെ വലിയ ഭിന്നിപ്പുണ്ടാക്കുക. ഇപ്പൊ ഷർട്ട് വിവാദമൊക്കെ അത് തന്നെയാണ്. നമുക്കിപ്പോ ഈ പറഞ്ഞ ഓരോ ക്ഷേത്രങ്ങൾക്കും ആ ക്ഷേത്രങ്ങളുടെ ഓരോ ആചാര അനുഷ്ഠാന മര്യാദകളുണ്ട്. അതനുസരിച്ച് ആ ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റൂ. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള രീതി ആയിരിക്കില്ല വടക്കുന്നാഥ ക്ഷേത്രത്തിൽ, വടക്കുന്നാഥ ക്ഷേത്രത്തിലുള്ള രീതി ആയിരിക്കില്ല കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ, കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലുള്ള രീതിയല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങൾക്കും ക്ഷേത്രത്തിൻ്റെതായ വ്യത്യാസമുണ്ട്. പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത്, നമുക്ക് കേരളം വിട്ട് വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലുള്ള രീതിയല്ല കേരളത്തിലുള്ളൂ. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ചൈതന്യത്തെ നിലനിർത്തുന്നത് ആ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകള്, ഹോമങ്ങള്, അതുപോലെ ഈ സപ്താഹങ്ങള്, അതുപോലെ പല 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 ഈശ്വരീയമായ കർമ്മങ്ങളിലൂടെയാണ് ക്ഷേത്ര ചൈതന്യത്തെ ഉണർത്തുന്നത്, ക്ഷേത്ര ചൈതന്യത്തെ നിലനിർത്തുന്നത്. ഇപ്പൊ ഗുരുവായൂർ ഇത്രയും ആൾക്കാർ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എന്താ? അവിടെ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ചൈതന്യം നമുക്ക് പകർന്നു നൽകുന്ന ആ അനുഭൂതിക്കാണ്. അപ്പൊ ആ അനുഭൂതിക്ക് വേണ്ടിയാണ് ഒരാൾ ക്ഷേത്രത്തിൽ എത്തുന്നത്. ആ ക്ഷേത്രത്തിൽ ആ അനുഭൂതി ലഭിക്കണമെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം അതേ രീതിയിലൂടെ നിലനിൽക്കണ്ടേ. ഈയിടയ്ക്ക് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മദ്രാസ് IIT-യിലെ ഒരു വളരെ മുതിർന്നൊരു പ്രൊഫസർ, അദ്ദേഹം ക്ഷേത്ര ചൈതന്യത്തെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും വന്നു. അദ്ദേഹത്തെ ഞാൻ യാദൃശ്ചികമായിട്ട് പരിചയപ്പെടാനുണ്ടാവുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, കേരളത്തിൽ ഞാൻ പല ക്ഷേത്രങ്ങളിലും പോയി, പക്ഷേ പൂർണ്ണമായിട്ടും ക്ഷേത്ര ചൈതന്യം ഇന്ന് നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം ഗുരുവായൂരാണ്. കാര്യം മറ്റു പല ക്ഷേത്രങ്ങളുടെയും ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവിടെ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, പ്രധാനമായിട്ടും പൂക്കൾ ആലോചിക്കൂ. പലപ്പോഴും നമുക്കിപ്പോൾ ക്ഷേത്രങ്ങൾക്ക് എത്രയോ സ്ഥലങ്ങളുണ്ട്, അവിടെ നമുക്ക് ആ ക്ഷേത്രത്തിൽ ആവശ്യമുള്ള ഒരു പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ചുകൂടെ? ചെയ്യില്ല, ദേവസ്വം ബോർഡ് ചെയ്യില്ല. പകരം ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പൂക്കൾ പലതും വിഷമടിച്ച പൂക്കളാണ് വരുന്നത്. അതുകൊണ്ടാണ് പലരും ഇപ്പൊ ഇടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയാൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങി തുളസി അയാളിങ്ങനെ ചെവിയിൽ വെക്കും. ഇപ്പൊ ചെവിയിൽ അവിടെ ഇൻഫെക്ഷൻ ആയി, ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് ഈ തുളസിയുടെ ഇൻഫെക്ഷൻ ആണ്.
തുളസിക്ക് ഇൻഫെക്ഷൻ വരില്ല നമുക്കറിയാം. അകത്ത് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും അതെ. ചൈതന്യമാർന്ന ഒരു സാധനമാണ് തുളസി. അപ്പൊ ഈ തുളസി വെച്ച് ഇൻഫെക്ഷൻ വരണമെങ്കിൽ വിഷമടിച്ച തുളസിയാണ് വരുന്നത്. അതുപോലെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന എണ്ണയാണോ, നല്ലെണ്ണയാണോ ക്ഷേത്രത്തിൽ കിട്ടുന്നത്? പലയിടത്തും ഈ പറഞ്ഞ നോൺ വെജിറ്റേറിയൻ വരെ പാചകം ചെയ്ത് എണ്ണ വെറുതെ കൊണ്ടുപോയി കളർ മാറ്റി അതിനെ ഒന്ന് ക്ലിയർ ചെയ്ത് അതിനെയാണ് കൊണ്ടുവരുന്നത്. ഈ ഇടയ്ക്ക് തൃശ്ശൂർ അടുത്ത കൊണ്ടൊരു ക്ഷേത്രത്തിൽ നിന്ന് ബാക്കി വന്ന എണ്ണ എടുത്ത് പുറത്ത് വെച്ചപ്പം ഏതൊരു പൂച്ച പോയി നോക്കി, പൂച്ച ചത്തുപോയി. അപ്പൊ എണ്ണയുടെ മഹത്വം മനസ്സിലായില്ലേ? അപ്പൊ ആ എണ്ണ പൂച്ച പൂച്ച എന്തുകൊണ്ട് എണ്ണ നക്കി? എണ്ണയുടെ ഒരു സ്മെല്ലുണ്ടെ പൂച്ച നക്കുക. അതിനകത്ത് ഏതോ മീൻ്റെയോ ഇറച്ചിയുടെയോ എന്തോ ഒരു മണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ പൂച്ച പോയി നക്കിയത്. ആ പൂച്ച ചത്തും പോയി. അപ്പൊ ആ എണ്ണ, അതുപോലെ നെയ്യ് എന്ന് പറഞ്ഞ് കിട്ടുന്ന നെയ്യാണോ? ഇന്ന് കിട്ടുന്ന നെയ്യാണോ എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുപോലെ സാമ്രാണത്തിരി ആയാലും കർപ്പൂരമായാലും, കർപ്പൂരം കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു ബാക്കിയും വരാൻ പാടില്ല, പൂർണ്ണമായും. ഇതൊക്കെ എൻഷുർ ചെയ്യേണ്ട, ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി, ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ട ദേവസ്വം ആണ്. ഇതുപോലെ ജാതി ഭ്രഷ്ടാണ്, ജാതി അതിശയമാണെന്ന് പറഞ്ഞ് അതിൻ്റെ പിറകെ പോകുന്നത് അല്ല. ആദ്യം എങ്ങനെ ക്ഷേത്രകാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാം എന്ന് നോക്കേണ്ടതിന് പകരമാണ് ഇത്തരം വിവാദങ്ങളുടെ പിറകെ പോകുന്നത്, മാത്രമല്ല അത് ഉണ്ടാക്കുന്നതും. അതെ, എന്തുകൊണ്ടാണത്? ക്ഷേത്ര ചൈതന്യം നശിപ്പിക്കാൻ വേറൊരു ശ്രമം, പിന്നെ ആൾക്കാരെ ഭിന്നിപ്പിക്കാൻ മറ്റൊരു ശ്രമം. ഈ പല ശ്രമങ്ങളിലൂടെ ഈ ഞാൻ പറഞ്ഞില്ല, ഇത് തീർച്ചയായിട്ടും നല്ലൊരു അജണ്ടയാണ്. കാരണം ഇതിപ്പം ഈ സാധാരണ ഈഴവ വംശത്തിൽപ്പെട്ടവർക്ക് തോന്നുന്നത് എന്താ? ഇത് മനഃപൂർവ്വമാണ് ഞങ്ങള്. അപ്പൊ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നുണ്ടല്ലോ. ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊരു സാധനം CPM-കാർ വലുതായിട്ട് വെച്ച് കളിക്കുന്നുണ്ട്. പാവപ്പെട്ട ഇവിടുത്തെ, എനിക്ക് തോന്നുന്നു അവിടുത്തെ ഈ ബ്രാഹ്മണന്മാർ ഇവരെന്ത് പഴിച്ചിട്ടാണ്? ഇവര് ക്ഷേത്രമെന്നും പറഞ്ഞും ആ 24 മണിക്കൂറും ആ ദേവനെന്നും പറഞ്ഞു കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാർ. അവിടെ പോലും ചില ഭിന്നിപ്പുണ്ടാക്കി ചില CPM-കാരെ കൃത്യമായിട്ട് ഈ ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രങ്ങളിൽ നിയമിക്കുന്നുണ്ട്. അവർക്ക് ഈശ്വരനോട് എന്ത് താല്പര്യമുണ്ട്? അവരെന്ത് പൂജയാണ് ചെയ്യുന്നത്? അവിടെ വരുന്ന ഭക്തജനങ്ങൾ കൊടുക്കുന്ന വഴിപാട് അവർ കൃത്യമായിട്ട് ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. ഈയിടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഒരു കക്ഷി ഒരു പോറ്റി ഒരു അമ്പലത്തില് അയാൾ അകത്ത് കയറി ദീപാരാധന നടയടച്ചിട്ട് അയാൾ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആലോചിച്ച് നോക്കിയേ. ഇത് വന്ന് പരാതി പറഞ്ഞതാണ്. അപ്പുറത്തെ ഏതൊരു ഹോളിലൂടെ നോക്കി എന്ത് ശബ്ദം കേട്ടപ്പം അവിടുത്തെ ഒരാൾ പോയി ആ ക്ഷേത്രത്തിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്, നോക്കുമ്പോൾ ഇയാൾ അവിടെ ഇരുന്ന് വിളക്കം കത്തിച്ചിട്ട് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുക, ജപിക്കുകയല്ല. ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതെല്ലാം നമ്മുടെ അത് ക്ഷേത്രങ്ങളാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ആത്മീയ ശക്തി ഉണർത്തുന്ന കേന്ദ്രങ്ങൾ. ആ ക്ഷേത്രങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ആത്മീയമായിട്ട് നശിപ്പിക്കപ്പെടും. ഇവ പല കുടുംബങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, നമുക്ക് പരദേവതകൾ ഉണ്ടായിരുന്നു, കുലദേവതകൾ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം നശിപ്പിച്ചില്ലേ? ഇതെല്ലാം ഈ ഹിന്ദുക്കളുടെ ഒരു അപജയത്തിന്റെ പ്രധാന കാരണങ്ങളാണ് ഇതെല്ലാം. ഇത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഹിന്ദുക്കളാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഒന്ന് ഉണർന്ന് ഞാനിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ നല്ല എണ്ണയെ വാങ്ങിച്ചു കൊടുക്കൂ. 10 രൂപ കൂടിയാലും അതേ കൊടുക്കൂ. ഞാൻ 100 മില്ലി വാങ്ങിച്ചെടുക്കുന്നത് 50 മില്ലി കൊടുത്താൽ മതി. ആ കൊടുക്കുന്നത് നല്ല കൊടുക്കൂ. ഞാൻ നല്ല കർപ്പൂരമേ കൊടുക്കൂ, അല്ലെ നല്ല ഭസ്മേ ഞാൻ കൊടുക്കും. ഭസ്മം എന്ന് പറഞ്ഞ് കിട്ടുന്നതൊക്കെ നെറ്റിയിലിട്ട് കഴിഞ്ഞാൽ നെറ്റി പൊള്ളും. ഭസ്മം പോലും അല്ല. ചന്ദനമാണോ? അല്ല. പല ക്ഷേത്രങ്ങളും കിട്ടുന്ന ചന്ദനമല്ല. ഗുരുവായൂർ പോലുള്ള ചില പ്രധാന ക്ഷേത്രങ്ങളിൽ ഒഴിച്ച് ബാക്കി കിട്ടുന്ന ഒന്നും ചന്ദനമല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നിർബന്ധം പിടിക്കുക. ഞാൻ നല്ലതേ കൊടുക്കൂ. നല്ല പൂക്കൾ എൻ്റെ വീട്ടിൽ ഞാൻ പലപ്പോൾ ഉണ്ടാകുന്ന പൂക്കൾ, ഞാൻ കുറച്ച് ചെടികൾ എൻ്റെ വീട്ടിൽ വയ്ക്കും. ആ പൂക്കൾ ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കും. അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്ത് ഞങ്ങൾ പൂന്തോട്ടം ഉണ്ടാക്കും. അവിടുത്തെ പൂക്കൾ മാത്രം ക്ഷേത്രത്തിൽ ഉപയോഗിക്കുക. ഒരുപാട് പൂക്കൾ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളത് മതി. അപ്പൊ അതുപോലെ ശുദ്ധത നമ്മൾ തീരുമാനിക്കണം, ഹിന്ദു സമാജം തീരുമാനിക്കണം. ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളുടെയാണ്, ഈശ്വര വിശ്വാസികളുടെയാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ല ക്ഷേത്രങ്ങൾ. ശ്രീ വിജി തമ്പി, താങ്കൾ ഈ ക്ഷേത്ര ചൈതന്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. എനിക്കൊരു പ്രേക്ഷകനൊരു സന്ദേശം അയച്ചിരിക്കുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അത് ജീർണാവസ്ഥയിലാണ്. ആ വിഷയം കൂടി ഒന്ന് ഏറ്റെടുക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കണമെന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രശ്നം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ. അങ്ങനൊരു അവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ അവിടുത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് അനന്ത പത്മനാഭനാണല്ലോ. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 1008 സാളഗ്രാമങ്ങളാണ് ആ വിഗ്രഹം. അത് ഒരിക്കലും വേറെ സ്ഥലത്ത് ഇല്ല. അത്രയും 1008 സാളഗ്രാമം ആർക്കും കാണാനും പറ്റില്ല. 1008 സാളഗ്രാമങ്ങൾ കടുശർക്കര പ്രയോഗത്തിലൂടെ ആണ് ആ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ തീർച്ചയായിട്ടും അതിനെപ്പറ്റി അന്വേഷിക്കാമെന്ന് പറയാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ വേണമെങ്കിൽ അത് അന്വേഷിക്കാം. ഞാൻ അവിടുത്തെ കമ്മിറ്റിക്കാരോട് ഞാൻ തീർച്ചയായിട്ടും അന്വേഷിക്കാം.
കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളുടെയും ചൈതന്യം നിലനിർത്തേണ്ടത് ഇന്നത്തെ ഹിന്ദുക്കളുടെ നിലനിൽപ്പിന് പ്രധാനമാണ്. ഹിന്ദുക്കളുടെ നിലനിൽപ്പാണ് ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പ്. ക്ഷേത്രങ്ങൾ നിലനിന്നാൽ മാത്രമേ, ചൈതന്യം നിലനിന്നാൽ മാത്രമേ ഹിന്ദു സമാജത്തിന് ഇവിടെ നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ അവസ്ഥ അറിയാമല്ലോ, ഹിന്ദുക്കളുടെ പുതിയ തലമുറ ആരും ഇവിടെ ഇല്ല, എല്ലാം കേരളം വിട്ട് പുറത്തേക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ സമാജം നിലനിൽക്കണമെങ്കിൽ, ഈശ്വരീയത നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളുടെ ആ ചൈതന്യം നിലനിന്നേ പറ്റും. അതിന് വേണ്ടത് ആദ്യം ഈ അവിശ്വാസികളെ ക്ഷേത്ര ഭരണത്തിൽ നിന്ന് അടിച്ചോടിക്കുക തന്നെയാണ്, അല്ലാതെ മറ്റു ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇപ്പൊ വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. എത്രയോ കാലമായിട്ട് ആ കേസ് നടക്കുകയാണ്. കാര്യം ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളിലും അതിന് ശക്തമായ രീതിയിലുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കാര്യം ക്ഷേത്രങ്ങൾ ആർക്കാണ്? ഞാൻ ഈ ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്ക് ക്ഷേത്രമായിട്ട് ബന്ധം? ഇവർക്ക് എന്ത് കാര്യം ക്ഷേത്രത്തിനകത്ത്? ഈശ്വര വിശ്വാസികൾക്കുള്ളതല്ലേ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ കയറി ഭരിക്കാതിരിക്കുന്ന ഇവർക്ക് നാണമില്ലേ? നാണമുണ്ടോ? അപ്പൊ അവർക്ക് ഉദ്ദേശം എന്താ? പൈസ, പണം. അത് നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെയും കൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുക. ഇത്തവണ എത്ര 2000 കോടി അങ്ങോട്ടാണ് ശബരിമല വന്നെന്ന് പറയുന്നത്. ഇതുകൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൈസ കിട്ടാതിരുന്ന ഇവന്മാർ ഇറങ്ങി പൊയ്ക്കോളും. നമ്മൾ ആരും പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂട്ടിലെ പൊടിയും തട്ടി ഇറങ്ങി പൊയ്ക്കോളും. കാര്യം പൈസ ഇല്ലല്ലോ. പൈസയ്ക്ക് വേണ്ടിയല്ലേ ഇരിക്കുന്നത്. കാണിക്ക വഞ്ചി നിറയുന്നോ, അത് മാത്രമേ ഉള്ളൂ ചിന്ത. ശബരിമലയിലാണെങ്കിൽ അയ്യപ്പൻ പോലും കാണാത്ത അരവണ അപ്പവും വിറ്റ് കാശാക്കുക, എങ്ങനെയെങ്കിലും ഭക്തജനങ്ങളെ പറ്റിക്കുക. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കുംഭമേളയ്ക്ക് ശബരിമലയിൽ ഒരു മണ്ഡലകാലത്ത് വരുന്ന അത്രയും ജനങ്ങൾക്ക് അപ്പുറമുള്ള ജനങ്ങളാണ് ഒരു ദിവസം കുംഭമേളയ്ക്ക് സ്നാനം ചെയ്യാൻ എത്തിയത്. എത്രയോ സ്ഥലത്തു നിന്ന് ആൾക്കാരെത്തി. ആർക്കെങ്കിലും പരാതിയുണ്ടോ? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എവിടെയാ ഉണ്ടാവാത്തത്? ഇത്രയും 66 കോടി ജനങ്ങൾ എത്തിയൊരു സ്ഥലത്ത് ഇത്രയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെ പാർവതീകരിച്ച് കാണിച്ച് അവിടെ നടക്കുന്ന എല്ലാം തെറ്റാണെന്നും അവിടെ നടക്കുന്ന ഈയിടയ്ക്ക് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഒരു യാത്രാ മാഗസിന്റെ ഒരു കവർ പേജ് കാണാനിടയായി. ആ കവർ പേജിൽ ഒരു ദിഗംബരനായ ഒരു സന്യാസി ഒരു വല്ലാത്തൊരു പോസ്റ്റിൽ നിൽക്കുന്ന പടമാണ് വെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, കുംഭമേളയെ പറ്റി പറയാൻ ഈ പടമേ ഉള്ളൂ? കുംഭമേളയെ പറ്റി പറയാൻ എന്തെല്ലാം പടങ്ങളിടാം അവിടെ, എന്തെല്ലാം മുഖചിത്രങ്ങൾ കൊടുക്കാം. അപ്പൊ ഇതെന്തിനാണ്? ഇത് നമ്മുടെ ഈ സംഭവങ്ങളെ ഇപ്പം കുംഭമേള ഇപ്പം ലോകം മൊത്തം ഗിന്നസിൽ പോലും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇത്രയും വലിയൊരു സംഭവമായി മാറി. ഇതിൽ പലർക്കും അല്ല സാർ, ഇടതുമുന്നണി ഭരിക്കുന്ന കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മലയാളികള് കുംഭമേള അറ്റൻഡ് ചെയ്തതിൽ പരിതപിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഉള്ള നാടാണിത്. 2 ലക്ഷത്തിൽ പരം ആൾക്കാർ കേരളത്തിൽ നിന്ന് ഈ കുംഭമേളയ്ക്ക് എത്തിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും കേരളത്തിലെ പലർക്കും അറിയില്ലായിരുന്നു. കുംഭം എന്ന് കേട്ടാൽ ഇവിടെ കുടമെന്നാണ്. അയ്യോ, അത് പാടില്ല. അതെ, അതാണ് ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഈ കുംഭമേളയിൽ ഇത്രയും ഇതുപോലെ തന്നെ കേരളത്തിലെ ഭരിക്കുന്നത് പോലെ തന്നെ ഒരു ചിന്താഗതി ഉള്ളവരാണ് തമിഴ്നാട് ഭരിക്കുന്നത്. തമിഴ്നാടിന്റെ ഒരു ശിബിരം കുംഭമേളയിൽ ഉണ്ടായിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്തിനാണ് അവിടെ ഏറ്റവും വലിയ ശിബിരം ഉണ്ടായിരുന്നത്. 15 ഏക്കറിലാണ് വിശ്വ ഹിന്ദു പരിഷത്തിനുണ്ടായിരുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ആൾക്കാർക്കും അവിടെ ഭക്ഷണം, 3 നേരം ഭക്ഷണം, താമസിക്കാനുള്ള സൗകര്യം, അതുപോലെ രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെ ഒരു ചായ പ്രസാദം എന്ന് പറഞ്ഞിട്ട് ചായയും ഡെസ്കും വരുന്നവർക്കെല്ലാം കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. 3 നേരം ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. വരുന്നവർക്കെല്ലാം താമസ സൗകര്യം കൊടുത്തിരുന്നു. ഏറ്റവും വലിയ സൗകര്യം ഒരുക്കിയിരുന്നു. ഞാൻ തന്നെ ഇവിടുന്ന് ഒരു 100 പേരിൽ കൂടുതലുള്ള ഗ്രൂപ്പുകൾക്ക് റെക്കമെൻഡ് ചെയ്ത് അങ്ങോട്ട് അയച്ചിരുന്നു. അപ്പൊ അതിനെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ശിബിരത്തിന് നേരെ എതിർവശത്തായിരുന്നു തമിഴ്നാടിന്റെ ശിബിരം. വലിയൊരു ക്ഷേത്ര മാതൃക ഉണ്ടാക്കി വലിയൊരു ശിബിരമായിരുന്നു. അവിടെ കേരളത്തിന് മാത്രമാണ് പ്രാതിനിധ്യം ഇല്ലാതെ പോയത്. ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാരോ അവരൊക്കെ ഒന്ന് പോയി കാണണമായിരുന്നു. ദേവസ്വം മന്ത്രി ഒന്ന് പോയി കാണണമായിരുന്നു എങ്ങനെയാണ് നടത്തേണ്ടതെന്ന്. പരാതിയില്ലാതെ, പരിഭവമില്ലാതെ എന്ത് ഭംഗിയായിട്ടാണ് നടത്തിയത്. ഞാൻ ചോദിക്കട്ടെ, ശബരിമല വരുന്ന അയ്യപ്പന്റെ മുന്നിൽ ഒന്ന് കൂപ്പയ്യോടെ നിൽക്കാൻ പോലും തയ്യാറാവാത്ത മന്ത്രിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ശബരിമല വരുന്ന അയ്യപ്പന്മാർ, ഒരു മണ്ഡലകാലത്ത് വരുന്ന അയ്യപ്പന്മാരിൽ 90% പേരും എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടാണ് പോകുന്നത്. ഒന്നുകിൽ അവർക്ക് ദർശന സൗഭാഗ്യം കിട്ടിയില്ല, അല്ലെങ്കിൽ താമസിക്കാൻ സ്ഥലം കിട്ടിയില്ല, നല്ല ഭക്ഷണം കിട്ടിയില്ല, അല്ലെങ്കിൽ എത്രയോ നേരം ക്യൂ നിന്നിട്ട് പച്ചവെള്ളം പോലും കിട്ടിയില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പരാതി പറയാതെ ഒരാൾ പോലും ഇവിടുന്ന് മടങ്ങാറില്ല. അപ്പൊ അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ കുംഭമേളയെ കുറ്റം പറയുന്നത്. ആലോചിച്ച് നോക്കിയേ, എന്ത് കഷ്ടമാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ഇപ്പോഴും ഞാൻ പറഞ്ഞ ഈ ഡിബേറ്റ് ഇതിലെ ഏറ്റവും കൂടുതൽ ഇതൊരു പാഠപുസ്തകമാക്കി മാറ്റേണ്ടത് നമ്മുടെ ഹിന്ദു സമാജമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളെ ചതിക്കുകയാണ്, നമ്മളെ പറ്റിക്കുകയാണ്, നമ്മൾ ഈ ചതിയിൽ പെടരുത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരും
വളരെയധികം ശ്രദ്ധിക്കണം, യെസ്, ജാഗ്രത വേണം. കാര്യം അവരെ എങ്ങനെയെങ്കിലും കൊണ്ട് കുടുക്കാൻ ചതിക്കുഴികളാണ്. ചതിക്കുഴികൾ ഒഴുക്കി കാത്തിരിക്കുകയാണ്, ഭീകരന്മാർ കാത്തിരിക്കുകയാണ്. സൂക്ഷിക്കുക. ഓരോ വാക്കും പറയുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ചിന്തിക്കുക. ആരോടെങ്കിലും സമാനമായ ആൾക്കാരോട് ചർച്ച ചെയ്തതിനു ശേഷം മാത്രം അഭിപ്രായം പറയുക. ഇല്ലെങ്കിൽ പല അപകടങ്ങളും ഉണ്ട്. ഇപ്പൊ ഗുരുവായൂർ തന്ത്രിക്കായാലും ശരി, ശബരിമല തന്ത്രിക്കായാലും ശരി, ചില തെറ്റുകൾ, ചില ടങ് സ്ലിപ്പ് വന്നിട്ടുണ്ട്. അത് ഇനിയെങ്കിലും വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവരെ കൊണ്ട് ചാടിക്കും. ഹിന്ദുക്കൾക്ക് അവരെ ഹിന്ദുക്കൾ എതിരാണെന്നാക്കും. അത് സൂക്ഷിക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.